ഹായ് ഗൈസ്, തലേ ദിവസത്തെ കറക്കത്തിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് മൈസൂർ സൂയിലേക്കാണ്. ആദ്യം തന്നെ ഞങ്ങൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ മെയിനായിട്ട് സൂ കാണാൻ ഇറങ്ങിയത് ഗൊറില്ലേനെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അവിടുത്തെ മൊത്തം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ആപ്പാട് കുറച്ച് പക്ഷികളുടെയും മൃഗങ്ങളുടെയും മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്കിഷ്ടപ്പെട്ട മൃഗത്തിൻ്റെ ഒക്കെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആകെ അതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാണ്ടായിരുന്നു. നടന്ന് വയ്യാണ്ടായി തന്നെ പറയാം. അവിടെ കണ്ട എല്ലാ മൃഗങ്ങൾക്കും ഒരേ സ്വഭാവമായിരുന്നു. എല്ലാം നമ്മളെ മുഖം കാണിച്ചു തരാണ്ട് തിരിഞ്ഞു നിൽക്കുക. സൂന്നിറങ്ങി നമ്മൾ ആദ്യം പോകുന്നത് മൈസൂർ പാലസിലേക്കാണ്. പാലസ് മൊത്തം ചുറ്റിക്കറങ്ങി നടന്നു വയ്യാണ്ടായി. വായി നോക്കി പോവാ. കണ്ടന്റായിട്ട് ഇടാനാണെങ്കിൽ നടക്കില്ല. അത് പിടിച്ചേ അതീ കൂടെ ചുറ്റിക്കറങ്ങി നടന്ന് പാലസ് ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കുറെ നടക്കാണ്ടായിരുന്നോണ്ട് നടന്ന് വയ്യാണ്ടായി. അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി പോയി. അതൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോവാണ്. പോണ വയ്ക്ക് സൺഫ്ലവറിന്റെ തോട്ടം കണ്ടു. ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി അവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു ഒരാൾക്ക് 20 രൂപ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടന് കാശും കൊടുത്ത് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ ഞാനൊരു സൺഫ്ലവറിന്റെ വിത്ത് ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടന് ഉണങ്ങാറായി സൺഫ്ലവർ ഒടിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു അത് വെയിലത്ത് വെച്ച് ഉണക്കി അതിൻ്റെ വിത്തെടുത്ത് നട്ടാൽ മതി എന്ന് പറഞ്ഞു. അവിടെ നിന്ന് തിരിച്ചു വന്നേക്ക് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മൈസൂരിൽ നിന്ന് 4.5 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ കോഴിക്കോടുക്ക്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് അവിടെ നിന്നൊന്നും കഴിച്ചില്ല. അങ്ങനെ നമ്മൾ വയനാടെത്തിയപ്പോൾ ഭയങ്കര ആശ്വാസം. എന്നിട്ട് അവിടെ ഒരു കടയിൽ നിർത്തി നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക് മാങ്ങയൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരമൊക്കെ ഇറങ്ങി വണ്ടിയിലിരുന്ന് വയ്യാണ്ടായി. അങ്ങനെ അവസാനം കോഴിക്കോട് എത്തിയപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാനാണ് പോയത്. സാധാരണ എല്ലാവരും കോഴിക്കോട് നിന്ന് ബിരിയാണി കഴിക്കാറ്. നമുക്ക് പിന്നെ അവിടെ പോയാലും മന്തി ഉള്ളൂ.
അങ്ങനെ മന്തിയൊക്കെ വന്നു. ഞങ്ങൾ ബീഫ് മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അടിപൊളി മന്തി ആയിരുന്നു കേട്ടോ അവിടുത്തെ. മന്തിയിലത്തെ ബീഫൊന്നും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല സോഫ്റ്റ് ബീഫായിരുന്നു. ബീഫ് മന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരുന്ന ഒരാൾ ആൽഫാം കഴിക്കണാണ്ട് കൊതിയായിട്ട് ഒരു ആൽഫാമും മേടിച്ചു. ഭക്ഷണം കഴിച്ച് നേരെ ഞങ്ങൾ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഉടൻപണത്തിൻ്റെ ഷൂട്ടിങ് നടക്കണ്ടായിരുന്നു. ഭയങ്കര തിരക്കായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം അതിൽ കൂടെ നടന്ന് വയ്യാണ്ടായിപ്പോൾ SM സ്ട്രീറ്റിലേക്ക് പോയി. എനിക്ക് കോഴിക്കോട് പോയ SM സ്ട്രീറ്റിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങൾക്കും നല്ല വിലക്കുറവൊക്കെ ഉണ്ട്. ചെരുപ്പിനൊക്കെ 150 രൂപയൊക്കെ ഉള്ളൂ. നമ്മൾ കോഴിക്കോട് പോയ മെയിനായിട്ട് മേടിക്കുന്ന സാധനം കോഴിക്കോട് അലുവയാലോ. അങ്ങനെ അലുവൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അതിൽ കൂടെയൊക്കെ നടന്നു. അപ്പോഴാണ് വാച്ചുകൾ കണ്ടത്. ഈ വാച്ചിനൊക്കെ 250 രൂപയുള്ളൂ. അവിടെ നിന്ന് നമ്മളൊരു വാച്ചൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 9 മണി 9:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് സമയം കളയാണ്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. അങ്ങനെ 4 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരാണ്. 2 ദിവസം കഴിഞ്ഞാൽ അബുദാബിക്കും പോവാ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു.